കാടും ഇഴജന്തുക്കളും നിറഞ്ഞ തിരുവല്ല പബ്ലിക് സ്റ്റേഡിയം കളത്തിലിറങ്ങാൻ കഴിയാതെ കായിക താരങ്ങൾ കൈയും കെട്ടി നോക്കി നിന്ന് ജനപ്രതിനിധികൾ. നൂറുകണക്കിന് കായിക താരങ്ങളെ ലോകത്തിന് സംഭാവന ചെയ്ത തിരുവല്ലയുടെ മണ്ണിൽ പിറന്ന ഒരു പബ്ലിക് സ്റ്റേഡിയമാണ് എനിക്ക് പിന്നിൽ കാണാൻ സാധിക്കുന്നത്. നൂറ്റാണ്ടുകളായി ഈ പബ്ലിക് സ്റ്റേഡിയം തകർച്ചയുടെ വക്കിലായിട്ടും നഗരസഭയോ MLAയോ MPയോ ആരും തിരിഞ്ഞു നോക്കാത്ത ഒരവസ്ഥയാണ് നിലനിൽക്കുന്നത്. നിരവധി താരങ്ങൾ കായിക ലോകത്തേക്ക് പിച്ച് വെച്ച് കയറിയ തിരുവല്ല പബ്ലിക് സ്റ്റേഡിയം കാട് കയറി കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞുവെങ്കിലും തിരിഞ്ഞു നോക്കാൻ ആരുമില്ലാത്ത അവസ്ഥയാണിപ്പോൾ. കഴിഞ്ഞ ബഡ്ജറ്റിലും ഈ ബഡ്ജറ്റിലും സംസ്ഥാന സർക്കാർ സ്റ്റേഡിയം നവീകരണത്തിനായി 20 കോടി രൂപ അനുവദിച്ചുവെങ്കിലും പ്രാരംഭ പ്രവർത്തനങ്ങൾ നടത്താൻ തിരുവല്ല നഗരസഭ തുനിയാത്ത കാരണം ആ തുക വിനിയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. ഒരു മഴ പെയ്താൽ വെള്ളക്കെട്ടും കാടുമൂടിയ നിലയിലുമാകുന്ന സ്റ്റേഡിയം വേനൽക്കാലത്ത് കാടിന്റെ ആധിക്യം കുറയുമെങ്കിലും കായിക താരങ്ങൾക്ക് കളിക്കാൻ പറ്റാത്ത അവസ്ഥയാണുള്ളതെന്ന് കായിക അധ്യാപകനും തിരുവല്ല നഗരസഭാ കൌൺസിലറുമായ ഡോക്ടർ റിജിനോൾ വർഗീസ് പറഞ്ഞു. തിരുവല്ലയിലെ ജനങ്ങളുടെ വലിയൊരു വികാരമായിട്ട് ജനപങ്കാളിത്തത്തോടുകൂടി നിർമ്മിച്ച ഒരു സ്റ്റേഡിയമാണിത്. എന്നാൽ ഇന്ന് അത് തിരുവല്ലയിലെ ജനങ്ങൾക്ക് ഒരു വിധത്തിലും ഉപയോഗപ്രദമല്ലാത്ത രീതിയിൽ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. ഇത്രയും പുല്ലും കാടും എല്ലാം കൂടെ കയറി കിടക്കുന്ന ഇഴജന്തുക്കളും അതുപോലെ തന്നെ മനുഷ്യരുടെ ജീവന് വരെ ഹാനി ഉണ്ടാകത്തക്ക രീതിയിലുള്ള ഒരു രീതിയിലാണ് സ്റ്റേഡിയം ഇന്ന് കിടക്കുന്നത്. ഒരൊറ്റ കായിക താരത്തിന് ഈ സ്റ്റേഡിയത്തിൽ കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാകത്തില്ല. കഴിഞ്ഞ 2 വർഷമായിട്ട് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റേഡിയത്തിൽ ഒരൊറ്റ കായിക പ്രവർത്തനം പോലും നടന്നിട്ടില്ല. മഴക്കാലത്ത് പുല്ല് തഴച്ചു വളർന്ന് കയറും, വേനൽക്കാലം ആകുമ്പോഴത്തേക്ക് കുറച്ച് ശമിക്കും, വീണ്ടും ഇത് കയറും, മഴക്കാലത്ത് വെള്ളം കയറും. ഈ രീതിയിൽ സ്റ്റേഡിയം ഉപയോഗപ്രദമല്ലാതായിട്ട് വർഷങ്ങളായി. ഞാൻ നഗരസഭാ കൗൺസിലർ ആയ സമയം തുടങ്ങി ഈ സ്റ്റേഡിയത്തിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി നിരന്തരമായിട്ട് കൗൺസിലിലും മറ്റ് സ്ഥലങ്ങളിലും ഒക്കെ ഇതിനുവേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലും അതിന് വേണ്ടത്ര ഒരു പിന്തുണ നമുക്ക് ലഭിക്കുന്നില്ല. ബഹുമാനപ്പെട്ട MLA ആണെന്ന് വരികിൽ ഈ സ്റ്റേഡിയം വികസിക്കണമെന്ന് വളരെയധികം ആഗ്രഹമുള്ള ഒരു കൂട്ടത്തിലാണ്. അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായിട്ട് സംസ്ഥാന ബഡ്ജറ്റിൽ കഴിഞ്ഞ വർഷവും ഈ വർഷത്തെ ബഡ്ജറ്റിലും 20 കോടി രൂപ വകയിരുത്തുവാനായിട്ട് സാധിച്ചു. അതിൽ അദ്ദേഹത്തെയും സംസ്ഥാന ഗവൺമെൻറ്റിനെയും ആത്മാർത്ഥമായിട്ട് ഞാൻ അഭിനന്ദിക്കുകയാണ്. എന്നാൽ ആ തുക സ്റ്റേഡിയത്തിൽ ഉപയോഗപ്രദമാക്കണമെന്ന് വരികിൽ സ്റ്റേഡിയത്തിൻ്റെ ഇപ്പോഴത്തെ ഈ ശോചനീയമായിട്ടുള്ള അവസ്ഥ മാറ്റിയെന്ന് വരികിലേ സാധിക്കുകയുള്ളൂ. അതിന് മുൻകൈ എടുക്കേണ്ടത് നഗരസഭയാണ്. നഗരസഭ ചെയർപേഴ്സണും നഗരസഭാ അംഗങ്ങളും മറ്റ് കൗൺസിലേഴ്സും ഒക്കെ ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഈ വർഷം തന്നെ സ്റ്റേഡിയത്തിൻ്റെ പുനരുദ്ധാരണ പരിപാടികൾ അല്ലെങ്കിൽ അതിൻ്റെ നടപടികളല്ല, ആ സ്റ്റേഡിയത്തിൻ്റെ പുനരുദ്ധാരണ പണികൾ ആരംഭിക്കും എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ആ ഒരു വിശ്വാസത്തിലാണ് മാർച്ച് 31 മുമ്പ് തുടങ്ങുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സ്റ്റേഡിയത്തിൻ്റെ ഈ ഒരു കാര്യത്തിൻ്റെ അകത്ത് ഇനിയും നഗരസഭ അനാസ്ഥ കാണിക്കുകയാണെന്ന് വരില്ല. വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധ കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് ഞങ്ങൾ വരും. കായിക പ്രേമികൾ അതിനുവേണ്ടി മുമ്പോട്ട് വരും. കക്ഷി രാഷ്ട്രീയം ഒന്നുമില്ലാതെ തിരുവല്ല സ്റ്റേഡിയത്തിൻ്റെ നവീകരണം എന്നുള്ള ആ ഒറ്റ ഉദ്ദേശത്തോടു കൂടി 1985, 86 സമയങ്ങളിൽ എങ്ങനെ പൊതുജനങ്ങൾ ഇതൊരു വികാരമായിട്ടെടുത്തോ അതേ വികാരത്തോടു കൂടി തന്നെ പൊതുജനങ്ങൾ ഈ സ്റ്റേഡിയത്തിൻ്റെ നവീകരണത്തിന് വേണ്ടി മുമ്പോട്ട് വരും. അതിനുള്ള ഒരവസരം ഉണ്ടാക്കാതെ നഗരസഭ തന്നെ അതിന് മുൻകൈ എടുത്ത് ഇതിൻ്റെ അകത്ത് സ്റ്റേഡിയത്തിൻ്റെ നവീകരണ പരിപാടികളുമായിട്ട് മുമ്പോട്ട് പോവുകയാണെന്ന് വരികില്ല തീർച്ചയായിട്ടും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വകയിരുത്തിയേക്കുന്ന തുകയോടുൾപ്പെടെ 365 ദിവസവും ഈ സ്റ്റേഡിയം ഉപയോഗപ്രദമാക്കത്തക്ക രീതിയിലുള്ള ഒരു സംവിധാനത്തിലേക്ക് മാറുവാനായിട്ട് സാധിക്കും. നിരവധി ദേശീയ അന്തർദേശീയ തലത്തിൽ പ്രകടനം കാഴ്ചവെച്ച നിരവധി കായിക താരങ്ങൾ കളിച്ചു വളർന്ന ഈ സ്റ്റേഡിയത്തിന്റെ അവസ്ഥ ഇപ്പോൾ വളരെ പരിതാപകരമാണ്. ഇപ്പോൾ മനുഷ്യർക്ക് കയറാൻ കഴിയാത്ത അവസ്ഥയിൽ കാടും മാലിന്യവും കൊണ്ട് ഈ കളിക്കളം മാറിയിരിക്കുകയാണ്. ദേശീയ അന്തർദേശീയ താരങ്ങൾക്ക് ജന്മം നൽകിയിട്ടുള്ള ഈ സ്റ്റേഡിയം ഇഴജന്തുക്കളുടെ വിരഹ കേന്ദ്രമായും മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റേഡിയത്തിലേക്ക് കായിക താരങ്ങൾ തിരിഞ്ഞു നോക്കാറില്ല. ജീവൻ ബലി കഴിപ്പിച്ച് രാജ്യത്തിനായി പൊരുതാൻ കായിക താരങ്ങൾ തയ്യാറാണെങ്കിലും പാമ്പുകടിയേറ്റ് ജീവൻ പൊലിയുവാൻ ഇവർ തയ്യാറല്ല. സ്റ്റേഡിയം മണ്ണിട്ട് ഉയർത്തി മനോഹരമാക്കിയാൽ മുൻകാലങ്ങളെപ്പോലെ ദേശീയ അന്തർദേശീയ മത്സരങ്ങൾ തിരുവല്ലയുടെ മണ്ണിൽ നടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ നിരവധി കായിക പ്രകടനങ്ങൾ നടന്ന തിരുവല്ല പബ്ലിക് സ്റ്റേഡിയം കായിക ലോകത്തിന്റെ ഒരു ഹമ്പായി മാറുകയും അതുവഴി തിരുവല്ലയുടെ മുഖച്ഛായ തന്നെ മാറുകയും ചെയ്യും. നിരവധി ദേശീയ സംസ്ഥാന താരങ്ങളുടെ പാദങ്ങൾ പതിഞ്ഞ ഒരു സ്റ്റേഡിയമാണ് ഇന്ന് കാട് മൂടിക്കിടക്കുന്നത്.
ഇഴജന്തുക്കളുടെ വാസസ്ഥലമായ ഈ സ്റ്റേഡിയം ഇനിയെങ്കിലും നവീകരിക്കണമെന്ന ആവശ്യമാണ് കായിക താരങ്ങൾക്കുള്ളത്. വിഷ്ണു പുശ്ശേരിക്കൊപ്പം ജിജു വൈക്കത്തുശ്ശേരി.